നമസ്കാരം. മൂന്നാർ വിഷയത്തിൽ എന്തിനാണ് യോഗമെന്ന് ചോദിച്ച കാനം പിണറായി പറയും പോലെ വിവാദ വീരനായി ചുരുങ്ങിയോ? സർക്കാരിന്റെ സഞ്ചാര വഴിയിൽ തടസ്സമുണ്ടാക്കാൻ വിവാദ വീരന്മാർ വിചാരിച്ചാൽ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് 2 ദിവസം മുൻപാണ്. ആ തൊപ്പി തനിക്ക് ചേരില്ലെന്ന് പറഞ്ഞെങ്കിലും കാനം വിവാദ വഴി വിടാതെ ഇന്ന് ചോദിച്ചത് എന്തിനാണ് യോഗം എന്നാണ്. എന്തിനാണ് യോഗമെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും പതിവ് വിട്ടു. യോഗം ചേരാൻ വാതിലടയ്ക്കും മുൻപ് മുഖ്യമന്ത്രി പേരുകൾ നിരത്തി. എസ് രാജേന്ദ്രൻ MLA, CA കുര്യൻ എന്ന മുൻ ഡെപ്യൂട്ടി സ്പീക്കർ, KPCC വൈസ് പ്രസിഡന്റ് AK മണി, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P മുത്തുപ്പാണ്ടി എന്നിവർ ഒപ്പിട്ട നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. അതായത് VV ജോർജ് എന്ന കോൺഗ്രസുകാരനും വൻകിട കയ്യേറ്റക്കാരനുമായ പൗരപ്രമുഖൻ പറഞ്ഞിട്ടല്ലെന്ന്. എന്തിനാണ് യോഗമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലും ആദ്യം. ഇടുക്കി ജില്ലയിൽ ഇന്നു മുതൽ പുതിയ പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത്. ഇതാവശ്യപ്പെട്ടതാകട്ടെ ഇടുക്കി CPI ജില്ലാ സെക്രട്ടറിയും LDF കൺവീനറുമായ KK ശിവരാമൻ അടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ടെത്തി. മുഖ്യമന്ത്രിയുടെ ചതുര നീക്കത്തിന് CPIക്ക് മറുപടിയുണ്ട്. പാർട്ടി തിട്ടൂരമനുസരിച്ച് റവന്യൂ മന്ത്രി കോട്ടയത്ത് അധ്യാപക സംഘടനാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയെങ്കിലും റവന്യൂ വകുപ്പ് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ നിരത്തി വ്യക്തമാക്കി. സർക്കാർ എന്നാൽ CPM അല്ല എന്ന കാനം കടുപ്പിക്കുമ്പോഴും റവന്യൂ വകുപ്പും സർക്കാരും രണ്ടാണെന്ന് മുഖ്യമന്ത്രിയും വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി തരുന്നു. വെറുതെയല്ല ചെന്നിത്തല പറഞ്ഞത്. പിണറായി പറഞ്ഞാൽ കേൾക്കാത്ത മന്ത്രിമാരും മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കാത്ത മുഖ്യമന്ത്രിയുമാണ് ഭരണത്തിലുള്ളതെന്ന്. പിണറായിയുടെ മറുപടികളിൽ CPI പ്രതിരോധത്തിലാകുമോ എന്ന് സംശയമുയരുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. മുഖ്യമന്ത്രി വിളിച്ച യോഗം റവന്യൂ മന്ത്രി ബഹിഷ്കരിച്ചത് പിണറായിയോടുള്ള വെല്ലുവിളിയും. 2. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല വഴിക്കാണെങ്കിൽ കേരളം ഭരിക്കുന്നത് കൂട്ടുത്തരവാദിത്തമില്ലാത്ത സർക്കാരും. 3. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് എന്ത് പ്രസക്തി എന്ന് കാനം ചോദിക്കുന്നത് തുറന്ന കലഹത്തിനും. 4. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് വിലയില്ലെന്ന് പറയുന്ന CPI ഇന്നത്തെ തീരുമാനങ്ങളെ തള്ളിപ്പറയും. 5. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന മന്ത്രി കോട്ടയത്ത് പങ്കെടുത്തത് ഒഴിവാക്കാനാകാത്ത പരിപാടിയിലാണ്. 6. മന്ത്രി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയെ KK ശിവരാമൻ കണ്ടതിന്. CPI അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു, കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ, ഇടതു നിരീക്ഷകൻ ഭാസ്കരേന്ദ്ര ബാബു, പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ എന്നിവരാണ് ചർച്ചയിൽ. ടെലിഫോണിൽ PT തോമസ് MLAയും ചർച്ചയിൽ പങ്കെടുക്കും.